പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് 10ാം ക്ലാസ് പൊതുപരീക്ഷ ലിസാനുൽ ഖുർആൻ. പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ വരിക, കഴിഞ്ഞ വർഷങ്ങളിൽ വന്ന ചോദ്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന നല്ലൊരു വീഡിയോ ആണ്. മുഴുവനായി കാണുക, ഒരിക്കലും നഷ്ടമാവില്ല. ഇതുപോലത്തെ മറ്റു വിഷയങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്കുള്ള പ്രചോദനം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രോത്സാഹനമായ സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്ത് സഹായിക്കുക, സഹകരിക്കുക. നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, നൂസിലു ബിമാ യുനാസിബു, യോജിച്ചവ ചേർത്തി കൊടുക്കാനാണ്. താഴെയുള്ള ചോദ്യങ്ങൾക്ക് യോജിച്ചവ ബ്രാക്കറ്റിലുണ്ടാകും, അത് തിരഞ്ഞെടുത്ത് പൂരിപ്പിക്കാനാണ്. ഒന്നാമത് നിങ്ങൾ നോക്കൂ, കറുമ എന്നതാണ്. കറുമയുമായി ബന്ധപ്പെട്ടത് ബ്രാക്കറ്റിൽ ലാസിം, കറുമ ഒരു ലാസിമായ ഫീലാണ്. രണ്ടാമത്തത് മജ്ഹൂൽ. മജ്ഹൂൽ എന്നുള്ളത് ഏതാണ്? കുത്തില. കുത്തില മജ്ഹൂലായ ഫീലാണ്. അൽ ഇറാബ്. ഇറാബുകൾ എത്രയാണ്? അർബഅത്തുൻ, 4 അർസല എന്നുള്ളത് മുതഅദ്ദിൻ, മുതഅദ്ദിയായ ഫീലാണ്. സുബൈർ. സുബൈർ എന്നുള്ളത് മഅരിഫത്തുൻ, മഅരിഫയാണ്, കാരണം അലമാണല്ലോ. റജുലൻ. റജുലൻ എന്നുള്ളത് നെക്കിറത്തുൻ, നെക്കിറയാണ്. ഹുറൂഫുൽ ജർരി. ഇസ്മിനിക്ക് ജർറ് ചെയ്യുന്ന അക്ഷരങ്ങൾ 19, 19. ഇയാഹു എന്നുള്ളത് ലമീറുൻ മൻസൂബുൻ, മൻസൂബായ ലമീറാണ്. തഫ്അലാനി എന്നുള്ളത് മിൻ അംസിലത്തിൽ ഖംസ, ഖംസിലത്തുൽ അംസയിൽ പെട്ടതാണ്. ഫൂക്ക എന്നുള്ളത് മിനൽ അസ്മാ ഇസിത്ത, അസ്മാ ഉസിത്തകളിൽ പെട്ടതാണ് ഫൂക്ക എന്നുള്ള വാക്ക്. രണ്ടാമത്തെ ചോദ്യം, റത്തിബിൽ കെലിമാത്ത് എന്നതാണ്. ഡിസോർഡറായി കൊടുത്തതിനെ ശരിപ്പെടുത്താനാണ്. അതിൻ്റെ താഴെ അതിനെ ഓർഡറാക്കി കൊടുത്തതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. അൽ ഹറഫു തരീഫിന്ന വില്ലാമു ഫഖദ് ഫനമതുൻ അറഫ്ത കുൽ ഫീഹിന്നമാത്. അടുത്തതൊരു ആയത്താണ്. ഹുമുല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വഹും യൂഫിഖൂന മിമ്മാ റസഖഹുമുല്ലാഹ്. അടുത്തത് നുഹരിക്കു, ഹർക്കത്തിടാനാണ്. അതിൻ്റെ നേരെ എഴുതി കൊടുത്തിട്ടുണ്ട്, യാ അഖി ഇജ്തനിബി സബ്അൽ മുബിക്കാത്ത് കുൻ നളീഫൻ മൻ നളുഫ സൗബുഹു സാല ഹമ്മുഹു ഗീലൽ മാഉ ഫിൽ ബിഇരി. താഴെ നിങ്ങൾക്ക് കാണാം, യാ അഖി ഇദാ റഅയ്ത മജ്ലിസൽ ഇൽമി ഫഖ്ഉദ് ഫീ ദാലിക്കൽ മജ്ലിസ്. ഈ 3 ചോദ്യങ്ങൾ വായിച്ചു കഴിഞ്ഞതിലൂടെ ഒരു കാര്യം നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും. ഇങ്ങനത്തെ ഈ 3 ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണമെങ്കിൽ പാഠഭാഗവുമായി നമുക്ക് നല്ല ബന്ധമുണ്ടായിരിക്കണം. എങ്കിലേ കൃത്യമായി നമുക്ക് മനസ്സിലാക്കി ഉത്തരം എഴുതാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് കഴിയുന്നതും നമ്മൾ പാഠഭാഗം നല്ലോണം വായിച്ച് പഠിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. നാലാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ, നുജീബു, ഉത്തരം പറയാം എന്നുള്ളതാണ്. 1. അസ്മാ ഉ സിത്ത മാഹിയ. അസ്മാ ഉ സിത്ത ഏതൊക്കെയാണ്? അബൂക്ക, അഹൂക്ക, ഹനൂക്ക, ഹമൂക്കി, ഫൂക്ക, ദുമാലിൻ എന്നതാണ് അസ്മാ ഉ സിത്ത. രണ്ടാമത്തത് അൽ ഇറാബു കം. ഇറാബ് എത്രയാണ് എന്ന് നമ്മൾ ആദ്യത്തെ ബ്രാക്കറ്റിൽ ഫില്ല് ചെയ്യാനുള്ളതിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. 4. വമാഹിയ, ഏതൊക്കെയാണവ? റഫ്അ്, നസ്ബ്, ജർറ്, ജസ്മ്. അത്തവാബിഉ കം വമാഹിയ. താബിയുകൾ എത്രയാണ്, ഏതൊക്കെയാണ്? 5 നഅത്ത്, തൗക്കീദ്, ബദല്, അത്ഫ് ബയാന്, അത്ഫും ബിൽ അറഫ് എന്നിവയാണ്. താബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മുമ്പുള്ളതിനോട് ശേഷം വരുന്നത് ഇഅ്റാബിൻ്റെ വിഷയത്തിൽ യോജിക്കുക. അവസാനത്തെ അക്ഷരത്തിൻ്റെ മേലിലുള്ള ഫത്ഹ്, കസ്ർ, ലമ്മ് ഇവ ശേഷം വരുന്ന അതേ വാക്കിരിക്കും കൊടുക്കുക. മുമ്പുള്ളതിന് ഫത്തഹാണെങ്കിൽ ശേഷമുള്ളതിനും ഫത്തഹ്, മുമ്പുള്ളതിന് ലമ്മാണെങ്കിൽ അഥവാ റഫ് ആണെങ്കിൽ ശേഷമുള്ളതിനും റഫ്. ഇപ്പോൾ ജാ അൽ ഉസ്താദു, ഉസ്താദു എന്നുള്ളതിലെ ദു ലമ്മാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ അതിനോട് കൂടെ ഒരാളെ ആഡാക്കുമ്പോൾ വ തലാമീദു, തലാമീദു എന്ന് പറയുക. അടുത്തത് 4. കൈഫ യജ്അലുൽ മാളി മജ്ഹൂലൻ. മാളി മഅറൂഫിനെ എങ്ങനെയാണ് മാളി മജ്ഹൂലാക്കുക? യജ്അലുൽ ഫീലുൽ മാളി മജ്ഹൂലൻ, മാളിയായ ഫീലിനെ മജ്ഹൂലാക്കൽ ബി ലമ്മി അവ്വലി, അതിൻ്റെ ആദ്യത്തിനിക്ക് ലമ്മ് കൊടുക്കുക. വ കസിരി മാ ഖബലൽ ആഖിരി, അവസാനത്തിന് മുമ്പുള്ളതിനിക്ക് കസറും കൊടുക്കുക. ഫഅലയെ മജ്ഹൂലാക്കുമ്പോൾ ഫുഇല,
ഫു റീ അതിന് ഫീൽ ദമ്മ് അവസാനത്തിന് മുമ്പുള്ളതിന് കസറ്. അടുത്തത് കൈഫ യജ്അലു ഫീലുൽ സുലാസിയു മുതഅദ്ദിൻ. ഒരു സുലാസിയായ ഫീൽ എങ്ങനെ മുതഅദ്ദിയാക്കാൻ പറ്റും? മഫൂലിലേക്ക് വിട്ടുകിടക്കുന്ന രൂപത്തിലാക്കാൻ പറ്റും. വൈദ ലുഖിഫത്ത് ഐനൽ ഫീൽ സുലാസി. സുലാസിൻ്റെ ഐൻ ഫീലിനെ ശക്തിപ്പെടുത്തുക. അപ്പോൾ ഫഅല എന്നുള്ളതിൻ്റെ ഐൻ ഫീൽ ആ എന്നുള്ളതാണ്, അതിനെ ഫഅല എന്നാക്കുക. ഇനി ഔ അദ്ഖൽത അലൈഹി ഹംസത യകൂനു മുതഅദ്ദിൻ. അല്ലെങ്കിൽ അതിൻ്റെ മേൽ ഹംസയെ പ്രവേശിക്കുക. അഫഅല ഒരു ഹംസ കൊടുക്കുക, എന്നാൽ അത് മുതഅദ്ദിയാകും. അടുത്ത അഞ്ചാമത്തെ ചോദിച്ചിട്ടുള്ളത് നസ്നഉ മിസാലി കുല്ലി വാഹിദിൻ മിമ്മാ യഅതി മിനൽ ഹുറൂഫിൽ ജരി. താഴെ കൊടുത്തിരിക്കുന്ന എല്ലാ ജറിൻ്റെ ഹർഫിനും ഉദാഹരണം കൊടുക്കാനാണ്. അനിൽ ലഅവിൽ മുരിളൂൻ, കിതാബ് അല തോവിലത്തി, മുദ് യോമൽ ജുമാഅത്തി, ബാ ബിസ്മില്ലാഹി, ലാമ് അൽഹംദു ലില്ല, അവിടെ ഉണ്ട് ലില്ല. അപ്പോൾ ഇതാണ് ജറിൻ്റെ അക്ഷരങ്ങൾക്ക് കൊടുത്ത ഉദാഹരണം, പഠിച്ചു വെക്കാൻ മറന്നു പോരുത്. നുവരിബ് ഇനി അറബിയാക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ 53 കൊല്ലം താമസിച്ചു. മക്കസൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി മക്ക സലാസം വ ഹംസീന സന. രണ്ടാമത്തത് സ്നേഹിത, നീ ഇൽമിൻ്റെ സദസ്സ് കണ്ടാൽ ആ മജ്ലിസിൽ നീ ഇരിക്കുക, അത് നിനക്ക് ഖൈറാണ്. യാ സുദീഖു ഇദാ റഅയ്ത മജ്ലിസൽ ഇൽമി ഫഖുദ് ഫി ദാലിക്കൽ മജ്ലിസി ദാലിക ഖൈറുൽ ലക. ഇതാണ് അതിൻ്റെ അറബി. ഇനി മറ്റൊരു വർഷത്തെ പൊതുപരീക്ഷയുടെ ലിസാൻ്റെ ചോദ്യപേപ്പർ കൂടെ വായിക്കുകയാണ്. ഒരുപാട് പ്രയോജനം ചെയ്യും നമുക്കിത് പരീക്ഷയ്ക്ക്. ശ്രദ്ധിക്കുക. നൂസിലു ബിമാ യുനാസിബു, നേരത്തെ പറഞ്ഞ പോലെ തന്നെ യോജിച്ചവ ചേർക്കാനാണ്. ബ്രാക്കറ്റിൽ പലതരം കൊടുത്തിട്ടുണ്ട്. ചോദ്യം വായിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നത് നമ്മൾ തിരഞ്ഞെടുക്കണം. അഹ്ജാറുൽ കഅബത്തി, കഅബയുടെ കല്ലുകൾ, കബീറത്തുൻ ജിദ്ദൻ, വളരെ വലുതാണ് എന്നതാണ് അതിനോട് യോജിച്ചത്. 2 ഖുലിക്ക ബിലാ വാസിത്വത്തി അബിൻ, ഉപ്പ എന്ന ബന്ധമില്ലാതെ സൃഷ്ടിക്കപ്പെട്ടത് ആരെയാണ്? ഒരു മകൻ ഉണ്ടാവണമെങ്കിൽ ഉപ്പ പ്രധാനമാണല്ലോ, അതിലേറെ പ്രധാനമാണ് ഉമ്മ. ഇവിടെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉപ്പയില്ലാതെ ഉണ്ടായവരാണ്. ലിൽ ഇഷാറത്ത് ഇലിൽ ഖരീബ്, അടുത്തുള്ളതിലേക്ക് സൂചന അറിയിക്കുന്നത് ഏതാണ്? ബ്രാക്കറ്റിൽ ഊലയാണ്. ലിൽ ഇഷാറത്ത് ഇലിൽ ബഈദി, ദൂരെയുള്ളതിലേക്ക് സൂചിപ്പിക്കുന്നത് ഉലായിക്കയാണ്. മിനൽ ലമാഇരിൽ മുൻഫസിലിൽ മൻസൂബി, മൻസൂബായ മുൻഫസിലായ ലമീർ ഏതാണ്? ഇയായാണ്. ആറാമത്തത് അക്സാമുൽ മാരിഫത്തി, മാരിഫ എത്ര വിഭാഗമായി വരുന്നുണ്ട്? സിത്തത്തുൻ, 6. അടുത്ത ചോദ്യം നുമയ്യിസു സഹീഹ ബിഹാദിഹി, ശരിയിട്ട് ക്ലിപ്തപ്പെടുത്താനാണ്. ഒന്നാമത്തെ ചോദ്യം ഹുറൂഫുൽ ജർരി, ജറിൻ്റെ ഹറഫുകൾ 19 ശരി. മാഷാ ഫി ജിൻസിൻ, ജിൻസിനെ ഉൾക്കൊള്ളിക്കുന്നത് ഏതാണ്? നെക്കിറ, ഒരു വർഗം മൊത്തം ഉൾക്കൊള്ളിക്കുന്നത് നെക്കിറയാണ്. തജുറു ഇസ്മ സമാനിൻ ഫക്കത്ത്, ഇസ്മു സമാനിക്ക് മാത്രം ജറു ചെയ്യുന്നത് മുതാണ്. ഹാൽ ഏതാണ്? മൻസൂബൻ, നസ്ബാക്കപ്പെട്ടതാണ്. മിൻ അൽഫാദി തൗക്കീദിൽ മാനവിയായ തൗക്കീദിൻ്റെ പദം ഏതാണ്? ഐനുഹു എന്നുള്ളതാണ് ശരി. ഇനി നുബയ്യനു വ്യക്തമാക്കാനാണ്. ലാബിത്തുൽ ബദലിൽ മുബായിന്, ബദൽ മുബായിന് എന്താണ്? ഐ യക്കൂന ബൈനൽ ബദലി വൽ മുബദലി മിൻഹു മുഖാലഫത്തുൻ, ബദലിൻ്റെയും മുബദലു മിൻഹുവിൻ്റെയും ഇടയിൽ പരസ്പരം വൈരുദ്ധ്യമുണ്ടാകുമ്പോഴാണ് ബദൽ മുബായിനാകുന്നത്. നഅ്താനി, 2 നഅ്ത്തുകൾ. ഒന്ന് നഅ്തുൻ ദാലുൻ അല മാനൻ ഫിൽ മത്ബൂഇ, മത്ബൂഇലുള്ള മാനൻ്റെ മേൽ അറിയിക്കുന്നതും, പിന്നെ നഅ്തുൻ ദാലുൻ അല മാന ഫി മുതഅല്ലിഖിഹി, മത്ബൂഉമായി ബന്ധപ്പെട്ട് വരുന്നതിൻ്റെ മുതഅല്ലിഖിൻ്റെ മേൽ അറിയിക്കുന്ന നഅ്തും, അർത്ഥത്തിൻ്റെ മേൽ അറിയിക്കുന്ന നഅ്തും. ഇങ്ങനെ 2 നഅ്ത്തുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് നോക്കുക. മൂന്നാമത്തത് മാ യുഷാറു ഇലൽ മക്കാനിൽ ബഈദി, ദൂരെയുള്ള സ്ഥലത്തേക്ക് സൂചിപ്പിക്കുന്ന പദങ്ങൾ ഹുനാക്ക, ഹ ഉനാക്ക, സമ്മ, ഹുനാലിക്ക, ഹന്ന, ഈ പദങ്ങളൊക്കെ. ഷിബുഹ് ജുംലയായി വരുന്നത് വസ്ഫ് വരും, ലർഫ് വരും, മജ്റൂർ വരും. അടുത്തത് 5ാമത്തത് അർ റജുലു ഖൈറും മിനൽ മർഅത്തി, പെണ്ണിനേക്കാൾ നല്ലത് ആണാണ്. മാ മാനാഹു, അതിൻ്റെ അർത്ഥം എന്താണ്? ജിൻസുർ റജുലി ഖൈറും മിൻ ജിൻസിൽ മർഅത്തി, പെണ്ണിൻ്റെ വർഗത്തേക്കാൾ നല്ലത് ആണിൻ്റെ വർഗം എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അത് പല കാര്യങ്ങൾ നോക്കുമ്പോഴാട്ടോ, ചിലതിൽ പെണ്ണുങ്ങൾക്ക് സ്ഥാനമുണ്ട്, ചിലതിൽ ആണുങ്ങൾക്ക് സ്ഥാനമുണ്ട്. അതാണ് അഫ്ആൽ, ആ വർഗത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അഫ്ആലുല്ലത്തി തതഅദ്ദ ഇല സലാസത്തി മഫായില
3 മഫ്ഊലിലേക്ക് വിട്ട് കിടക്കുന്ന ഫീലുകൾ അറ, അലമ, അംബ, നബ്ബ, അഖ്ബറ, ഖബ്ബറ. വാർത്ത അറിയിച്ചു, ഏറെക്കുറെ ഇതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ അറിയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ സെയ്ദിനോട് മറ്റൊരാളെ വരവിനെക്കുറിച്ച് ഇന്ന കാര്യം അറിയിച്ചു. അപ്പോൾ അതിന് 3 മഫ്ഊല് വരുന്നുണ്ട്. ഈ ഫീലുകൾക്കൊക്കെ 3 മഫ്ഊല്. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ അതും പ്രധാനമാണ്. അടുത്തത് 4-മത്തത് ഉത്തരം എഴുതാം. നുജീബു. 1 ലഫ്ലാനി മിൻ അസ്മായിൽ ഇഷാറത്തി യോറബാനി കൽ മുസന്ന മാഹുമ. മുസന്നയെപ്പോലെ ഇഅ്റാബ് ചെയ്യപ്പെടുന്ന ഇഷാറത്തിൻ്റെ ഇസ്മിൽപ്പെട്ട 2 പദങ്ങൾ ഏതൊക്കെയാണ്? ദാനിയും താനിയും. നോട്ട് ചെയ്ത് നോക്കുക. യുഷാറു ബി തീക്ക ഇലാമ. തീക്ക കൊണ്ട് ഏതിലേക്കാണ് സൂചന അറിയിക്കുക, സൂചിപ്പിക്കുക, സിഗ്നൽ ഇടുക? ഇലൽ മുഅന്നസിൽ ബഈദ്, ദൂരെയുള്ള സ്ത്രീലിംഗത്തിലേക്ക്. അടുത്തത് അൽ കുഞ്ഞത്തു മാഹിയ എന്നതാണ്. കുഞ്ഞത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മാ സുദ്ദിറ ബി അബിൻ ഔ ഉമ്മിൻ. 4 മാ മഅന വഹദക ഇജ്തഹിദ്. ഒറ്റയ്ക്ക് പരിശ്രമിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? വിശദീകരണമായി നമ്മളത് എഴുതുക. ഇജ്തഹിദ് മുൻഫരിദൻ, ഏകനായിക്കൊണ്ട് നീ പരിശ്രമിക്കുക. 5 യുലാഫു അൽഫാലു തൗക്കീദ് ഇലാമ. തൗക്കീദിൻ്റെ ലഫ്ലുകൾ ഏതിലേക്കൊക്കെ ഇലാഫത്ത് ചെയ്യപ്പെടും? ഇലൽ ലമീരി മുത്താബിഖിലിൽ മത്തുബോയി. മത്തുബൂവിനോട് യോജിച്ച് വരുന്ന ലമീറിലേക്ക്. 5-മത്തത് നുക്കമ്മിന് പൂർത്തിയാക്കാനാണ്. 1 നഅതാനി തൗക്കീദാനി കുല്ലു ബാദലിൻ അത്ഫാനി ഫിൽ ഇഅ്റാബി മിസ്ലൽ അവ്വലി അൽ ഹാലു വസ്ഫുൻ ഫളലത്തുൻ ഖദ് അറബത് ഐഹാത മാ ജാഅത് ലഹു ഫാനുസിബത്. 3 വഗൈറുഹു മഗ്രിഫത്തുൻ കാഹും വദി വഹിന്ദ വബ്നി വൽ ഉലാമി വല്ലദീ. അപ്പോൾ ഈ ബൈത്തുകൾ പ്രധാനമാണ്. മറ്റു ബൈത്തുകളും ശ്രദ്ധിക്കുക. നുഅരിബ് അറബിയാക്കാനാണ്. എൻ്റെ കൂട്ടുകാരെല്ലാവരും മറഞ്ഞ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കും. ശുറകാഇ കുല്ലുഹും യുഅ്മിനൂന ബിൽ ഗൈബി. ഞങ്ങളുടെ മദ്രസ വളരെ വിശാലമായതാണ്. മദ്രസത്തുന വാസിയത്തുൻ ജിദ്ദ. 3 ഞാൻ എല്ലാ നിസ്കാരവും പള്ളിയിൽ വെച്ച് ജമാഅത്തായി നിസ്കരിക്കും. ഉസല്ലി കുല്ല സ്വലാത്തിൻ ജമാഅത്തൻ ഫിൽ മസ്ജിദി. നെയ്ത്തി അംസിലത്തൽ ലിമായത്തി. ശേഷമുള്ളതിനിക്ക് ഉദാഹരണം കൊണ്ടുവരിക. റുബ്ബ മാലിൻ അംഫക്തുഹു. 2 കൗനു സോഹിബുൽ ഹാൽ നെക്കിറത്തൻ മുഖസ്സസതൻ ബി ഇലാഫ. ഇലാഫത്ത് കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ട നെക്കിറയാവുക സോഹിബ് ഹാൽ. ഫി 4 അയ്യാമിൻ സവാഅൻ. 3 ബദലു ബാളി മിൻ കുല്ലി. കുല്ലിൽ നിന്ന് ബാള് ബദൽ. അക്കൽത്തു സമക്കത്ത. മത്സ്യത്തെ ഞാൻ തിന്നു. നിസ്ഫഹ അതിൻ്റെ പകുതി. മുഴുവൻ എന്ന് പറഞ്ഞാൽ ചിലത്, പകുതി. അൽ ലമീറുൽ ബാരിസുൽ മുത്തസിലു. മുത്തസിലായ ബാരിസായ ലമീർ. അതിനൊരു ഉദാഹരണം അക്രം തുക. 5-മത്തത് കൗനു സാഹിബുൽ ഹാലി നെക്കിറത്തൻ വാക്കിയത്തൻ ബഅദൻ നഹി. നെയ്നിക്ക് ശേഷം സംഭവിച്ച നെക്കിറയാവുക സാഹിബ് ഹാല്. ലാ യബ്ഗി ഇംറുഉൻ അലംറിഇൻ മുസ്തഅ്സിഅൻ എന്നാണ് അതിൻ്റെ ഉദാഹരണം. ഓരോന്നിനും ഉദാഹരണങ്ങളും പ്രത്യേകം പഠിച്ചു വെക്കണം. ബൈത്തുകൾ കൂടുതൽ ശ്രദ്ധിക്കണം. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ വരിക എന്നതിനെക്കുറിച്ച് നമുക്ക് നല്ല ഐഡിയ ലഭിച്ചു കഴിഞ്ഞു. ചില ചോദ്യങ്ങൾ സെയിമായിട്ട് വന്നിട്ടുണ്ട്, ചിലത് ചെറിയ മാറ്റങ്ങളോടുകൂടെ വന്നിട്ടുണ്ട്. എല്ലാം നല്ല രൂപത്തിൽ മനസ്സിലാക്കി മനസ്സിരുത്തി പഠിക്കുക. പ്രധാനമായി ഞാൻ വീണ്ടും പറയുന്നു, പാഠഭാഗങ്ങളുമായി നല്ല ബന്ധം നമുക്കുണ്ടാവണം. പാഠങ്ങൾ അർത്ഥം വെച്ച് പഠിക്കണം. എങ്കിലേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് സംശയമില്ലാതെ ഉത്തരം എഴുതാൻ കഴിയുകയുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ജെറിൻ്റെ അക്ഷരങ്ങൾ പഠിച്ചു, അസ്മാ ഉസിത്ത പഠിച്ചു, ഇഷാറത്തിൻ്റെ ഇസ്മുകളെ പഠിച്ചു, മാരിഫയുടെ വിഭാഗങ്ങൾ പഠിച്ചു. ഇതെല്ലാം കൃത്യമായി പഠിക്കുന്നതോടൊപ്പം അതിനൊരു ഉദാഹരണം കൂടെ പഠിച്ചു വെച്ചാൽ സിമ്പിളായി നമുക്ക് ജയിക്കാൻ പറ്റും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി നോക്കുക. ലിസാൻ്റെ അവസാനത്തെ 4 പാഠങ്ങളിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഈ വിഷയങ്ങൾ ശ്രദ്ധിച്ച് നല്ല രൂപത്തിൽ പഠിക്കുക. ഇൻഷാ അല്ലാഹ് മറ്റു വീഡിയോകൾ ചെയ്യാൻ നിങ്ങൾക്കുള്ള പ്രചോദനം നിങ്ങളുടെ സമ്മാനമായ സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് കൂടെ കൂടുക. ഒരിക്കലും നഷ്ടമാവില്ല. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.